നമസ്കാരം, സുപ്രഭാതം. ഫിനിക്സ് ഗ്രൂപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്രവമായ സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ഗരുഡൻ അമൃതം മോഷ്ടിച്ചതിന്റെ രഹസ്യം എന്നതിനെക്കുറിച്ചാണ്. മഹാഭാരതം ആദി പർവ്വതത്തിൽ സുവർണനും അമൃതവാരണവും എന്നാൽ ദീർഘമായ ഒരു ആഖ്യായി കാണാം. ഗരുഡ അമ്മയായ വിനിത ചില കാരണങ്ങളാൽ സർപ്പമാതാവായ കദ്രുവിന്റെ ദാസിയായി വലിയ ദുഃഖം അനുഭവിക്കാൻ ഇടയായി. സർപ്പങ്ങൾക്ക് അമൃതം നൽകാത്തിടത്തോളം കാലം തന്റെ അമ്മയ്ക്ക് ഈ ദാസ്യ അവസ്ഥയിൽ നിന്നും മുക്തി ഉണ്ടാവില്ല എന്ന് ഗരുഡൻ മനസ്സിലാക്കി. ഗരുഡൻ അമൃത കൊണ്ടുവരുന്നതിന് നിരവധി പ്രയത്നങ്ങൾ ചെയ്തു. മഹാഭാരതത്തിന്റെ ആദിപർവ്വതത്തിൽ 20-ാം അധ്യായം മുതൽ 32-ാം അധ്യായം വരെ ഈ വർണ്ണം കാണാം. ഈ അധ്യായത്തിന്റെ പേര് തന്നെ സൗപർണോധ്യായം എന്നാണ്. ഈ ആഖ്യായികയുടെ ഉറവിടം സൂര്യകിരണങ്ങൾ തന്നെ. അമൃത് എന്നും കേൾക്കുമ്പോൾ എന്തോ ദിവ്യമായ ദ്രാവകം എന്നൊരു സങ്കല്പം പലർക്കും ഉണ്ട്. അമൃതം എന്നാൽ ജലം എന്ന അർത്ഥമേയുള്ളൂ. പയ കീലാലമൃതം ജീവനം ഭവനം വഹം എന്ന് അമരകോശത്തിൽ തന്നെ പറയുന്നുണ്ട്. പയം കിലാലം, അമൃത്, ജീവനം, ഭുവനം, വനം തുടങ്ങിയ പേരുകൾ ജലത്തിനു ഉണ്ടെന്നാണ് ഈ പ്രസ്താവനയുടെ അർത്ഥം. സൂര്യകിരണങ്ങളായ സുവർണൻ അഥവാ ഗരുഡൻ അമൃത അഥവാ ജലത്തെ ബാഷ്പീകരിക്കുന്നു. ഇതാണ് അമൃതമോഷണം. ഈ ജലത്തെ ഹരിച്ചു മേഘത്തിന് നൽകുന്നു. സർപ്പവും മേഘവും അഹി നാമത്തിൽ കടന്നുവരുന്നു. അടുത്ത അധ്യായത്തിൽ പരാമർശിക്കുന്നത് എന്താണ് വിഷ്ണുവും പാൽക്കടലും എന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. ഇന്ന് ഏവർക്കും നല്ലൊരു ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു.